ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ഡെയിലി ന്യൂസ് ഡെസ്ക് ഓഫ് ദക്ഷിണ ലേണിംഗ്. എന്നത്തെ പോലെ നമ്മൾ ന്യൂസ് ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് ഏതൊക്കെ ഇമ്പോർട്ടന്റ് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഏതൊക്കെ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് കസ്തൂരി രംഗൻ. അപ്പോൾ ഒരു ഹോമേജ് ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി UPSC അനാലിസിസ്. അപ്പോൾ ആ രീതിയിൽ ഈ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആണ് ആക്ച്വലി ഈ ന്യൂസ് മെയിൻ ആയിട്ട് വരുന്നത്. Next article is about carrot and stick policy. That means about Iran's nuclear diplomacy. So geopolitics important ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. Next is about our nutrition. Teaching children to eat well must begin in school. സ്കൂൾ ലെവൽ ന്യൂട്രീഷൻ എത്രത്തോളം ഉൾക്കൊള്ളണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Next is about our new technology innovation about DRDO. അപ്പോൾ ഹൈപ്പർസോണിക് ടെക്നോളജിയെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ബ്രീഫിംഗ് ആണ് മെയിൻലി ഈ ന്യൂസ് ആർട്ടിക്കിളിൽ വരുന്നത്. നെക്സ്റ്റ് അബൌട്ട് HPV വൈറസ്. അപ്പം ബയോടെക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയൊരു വാക്സിൻ ഇന്നോവേഷൻ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ബ്രീഫാണ് ആക്ച്വലി ഈ ന്യൂസ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് അബൌട്ട് ലാസ്റ്റ് ഫ്രം എക്കോണമിക് ആംഗിൾ അബൌട്ട് ഗെയിം ഓഫ് സ്കിൽ. നമ്മൾ റീസെന്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഗെയിംസും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫിംഗ് ന്യൂസ് ആണ് ആക്ച്വലി ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഓരോ ന്യൂസിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. സോ ദിസ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റിംഗ് അബൌട്ട് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ബ്രീഫ്. അപ്പൊ പേഴ്സണാലിറ്റി ബ്രീഫിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഇത് അബൌട്ട് കസ്തൂരി രംഗൻ. അപ്പൊ നമ്മൾ കേരളത്തിൽ നല്ലോണം പരിചയമുള്ള ഒരു പേരാണ് ആക്ച്വലി കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. അപ്പൊ വെസ്റ്റേൺ ഗാർഡ്സിന്റെ കസ്തൂരി രംഗൻ റിപ്പോർട്ടൊക്കെ ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നതാണ്. അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റി എന്തൊക്കെ രീതിയിൽ നമ്മുടെ നാഷണൽ ലെവലിലും അല്ലെങ്കിൽ നമ്മളെ ഓരോ ഫീൽഡ് വൈസ് ഇത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആക്ച്വലി ഈ ന്യൂസിൽ മെയിൻ ആയിട്ട് ഓതർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യുന്ന മെയിൻലി ഇദ്ദേഹം ലാസ്റ്റ് ഹെഡ് ചെയ്തിരുന്ന ISROയുടെ മിഷൻ ഡയറക്ടർ ആയിട്ട് എന്തൊക്കെ ഡെവലപ്മെന്റ് വന്നിട്ടുള്ളതാണ്. ഹി മേഡ് ആൻ ISRO ട്രാൻസ്ഫോർമേഷൻ. ISRO നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബ്രീഫ് പീരിയഡിലുണ്ട്. എന്തൊക്കെ ഇദ്ദേഹം മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്ന് വെച്ചാൽ മെയിൻലി ഓൺ ദ കൊമേഴ്ഷ്യൽ സ്പേസ് ആൻഡ് ഓപ്പറേഷൻ സൈഡ്. ഓപ്പറേഷൻ സൈഡിലും കൊമേഴ്ഷ്യൽ സ്പേസിലും വളരെ നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ഇദ്ദേഹം മെയിൻ ആയിട്ട് മിഷൻ ഡയറക്ടറായി നിന്നപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് പറയുന്നത് PSLVയുടെ ലോഞ്ചിങ്, GSLVയുടെ ലോഞ്ചിങ്, ചന്ദ്രയാൻ 1 ഡയറക്ടർ ആയിരുന്നു, റിസോഴ്സ് സാറ്റ്, എഡ്യൂസാറ്റ്, കാർട്ടോസാറ്റ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലോഞ്ചിലെല്ലാം ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള ഭാസ്കര 1, 2 ആ ടൈമിലും അദ്ദേഹം അതിന്റെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിന്റെ മെയിൻ ഒരു മിഷൻ അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് സ്പേസ് ഫോർ സൊസൈറ്റി എന്നാണ്. ടെക്നോളജി പരമായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുമെങ്കിലും നമ്മൾ സ്പേസ് എങ്ങനെ സൊസൈറ്റിക്ക് ഒരു ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാന്നുള്ള മെയിൻ ഒരു ഐഡിയോളജി ഇൻഫ്യൂസ് ചെയ്തതിൽ ഇമ്പോർട്ടന്റ് പാർട്ട് വഹിച്ചിട്ടുണ്ട്. ഈ പയനീർഡ് ഇൻ സ്പേസ് ആപ്ലിക്കേഷൻ ഫോർ സൊസൈറ്റി നീഡ്സ്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവന്ന ഏരിയസ് എന്ന് പറഞ്ഞാൽ ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷൻ, മെറ്റീരിയോളജി, കാർട്ടോഗ്രാഫി, ഈ ഒരു ഏരിയയിലൊക്കെ അത് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഇദ്ദേഹം നല്ല രീതിയിൽ ന്യൂസിൽ ഉണ്ടായിരുന്നതും ഒരു കോൺട്രിബ്യൂഷൻ തന്ന ഒരു ഏരിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്ത് ഇദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മോഡലിങ്ങിനും അതിന്റെ ഒരു ഡിസൈനിങ്ങിനും. ഓക്കെ, സോ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രിലിംസ് ആംഗിളിൽ മെയിൻ ആയിട്ട് വരുന്ന എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദ മിഷൻസ് ദാറ്റ് അബൌട്ട് PSLV, GSLV, ഇൻസാറ്റ്, IRS അഡ്വാൻസ്മെന്റ്, ചന്ദ്രയാൻ. ഓൾറെഡി ഇത് സ്പേസ് ടെക് സൈഡിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് അദ്ദേഹം മെയിൻ ആയിട്ട് ഹെഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് നാഷണൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇന്റഗ്രേറ്റ്സ് റിമോട്ട് സെൻസിങ് ഫോർ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മുടെ ഭൂപ്രദേശത്തുള്ള റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ വഹിക്കുന്ന ഒരു ഏജൻസിയാണ് ആക്ച്വലി നാഷണൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും അതേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇൻ ദ GS പേപ്പർ 3 ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഇൻ സയൻസ് ആൻഡ് ടെക് ഡെവലപ്മെന്റ് ഏരിയയിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൽസോ ഫ്രം GS പേപ്പർ 2 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സൈഡ് ഹോമേജ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഇൻപുട്ട് എത്രത്തോളം പോളിസി സൈഡിൽ ഒരു ഡിസൈനിങ്ങിൽ ഇമ്പോർട്ടന്റ് പാർട്ട് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇതാണ് ബ്രീഫായിട്ട് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വി വിൽ ഗോ ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഇറ്റ് ഈസ് അബൌട്ട് ഇറാൻസ് ന്യൂക്ലിയർ ഡിപ്ലോമസി. ഇതിപ്പോ റീസെന്റ് ഒരു 6 to 7 years ആയിട്ട് ന്യൂസിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വെസ്റ്റ് ഏഷ്യ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ വെസ്റ്റ് ഏഷ്യയിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഒന്ന് ഇറാനും മറ്റൊന്ന് സൗദി അറേബ്യയാണ്. കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഇത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ മെയിനായിട്ട് സെക്ടേറിയൻ പൊളിറ്റിക്സ്, ഷിയ സുന്നി സെക്ടേറിയൻ പൊളിറ്റിക്സിൽ ഒരു മെയിൻ റൈവലറി നടക്കുന്ന ഒരു സോണാണ് ആക്ച്വലി വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്ടേറിയൻ പൊളിറ്റിക്സിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു പ്രോക്സി വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് അതർ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ആണ് US-ഉം USSR. അപ്പോൾ USSRന്റെ സപ്പോർട്ടോട് കൂടി തന്നെ ഇറാൻ നല്ല രീതിയിൽ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലിംഗ് ഉണ്ടായിരുന്നു. അത് ന്യൂക്ലിയർ വെപ്പണിലോട്ട് പോകുന്ന ഒരു സമയമായപ്പോൾ സാങ്ഷൻ കൊണ്ടുവന്നു. ഈ സാങ്ഷനാണ് ആക്ച്വലി എന്തെന്നറിയപ്പെടുന്നത് JCPOA എന്നറിയപ്പെടുന്നത്, അതായത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ കൊണ്ടുവന്നിട്ട് ഇത് ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലിംഗ് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അമേരിക്ക കൊണ്ടുവന്ന ഒരു പ്ലാൻ ഔട്ടാണ് ആക്ച്വലി JCPOA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ന്യൂസ് മെയിനായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇപ്പം ന്യൂസിൽ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ റീസെന്റ് ഈ US-ഇറാൻ ടോക്ക് തിരിച്ച് റെസ്യൂം ചെയ്യുകയാണ്, അണ്ടർ വിച്ച് കൺട്രീസ് മീഡിയേഷൻ ഒമാൻസിന്റെ മീഡിയേഷന്റെ പാർട്ടായിട്ട്. ഇത് റീസെന്റ് ഇത് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി പോസ്റ്ററിങ് കൂട്ടി വരുമായിരുന്നു ആ ഏരിയയിൽ. അത് ആക്ച്വലി വെസ്റ്റ് ഏഷ്യ തന്നെ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഒരു ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ മീഡിയേഷനിലോട്ട് പോയത്. അപ്പോൾ മെയിനായിട്ട് ആ ഒരു ഏരിയയിലെ റീജിയണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പീസ് ടോക്ക് മെയിനായിട്ട് നടക്കുന്നത്. ഇപ്പോൾ പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ആൻഡ് മാപ്പിംഗ് ഏരിയ നോക്കുമ്പോൾ നമ്മൾ ഇറാൻ മെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വൈറ്റൽ ചോക്ക് പോയിന്റ് ഫോർ ഗ്ലോബൽ ഓയിൽ ഡിപ്ലോമസി. അതായത് ഗ്ലോബൽ ഓയിലിന്റെ ഷിപ്പിംഗ് റൂട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോക്ക് പോയിന്റ് ആണ് ആക്ച്വലി സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. അപ്പൊ ആ ഒരു ചോക്ക് പോയിന്റ് വളരെ ക്രിട്ടിക്കൽ ഹോൾഡിലാണുള്ളത്, ഇറാന്റെ ഹോൾഡിലാണ് ഉള്ളത്. കാരണം ഈ വഴിയാണ് പിന്നെ മെഡിറ്ററേനിയൻ വഴി യൂറോപ്പിലൊക്കെ ഓയിൽ ട്രാൻസ്ഫർ നടക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ കീ പ്ലെയർ ആണ് ആക്ച്വലി ഇറാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇത്രയും ആംഗിൾ വെച്ചിട്ട് ഈ സ്റ്റോക്ക് റിസീവ് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. അതാണ് ഇപ്പൊ റീസെന്റ് ന്യൂസിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിലെ ജിയോ പൊളിറ്റിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ആക്ച്വലി അതെന്ന് പറയുന്നത് ഈ ഒരു ഇറാൻ ന്യൂക്ലിയർ ഡീലും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാലിസിസ് വരുന്നത് ഹൗ ഇന്ത്യ ക്യാൻ പ്ലേ ക്രിട്ടിക്കൽ റോൾ. ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടി ആ ഒരു ഏഷ്യയിലെ മെയിൻ ഡയസ്പോറയിൽ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു കൺട്രി എന്നുള്ള രീതിയിൽ ഹൗ ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ എ ക്രിട്ടിക്കൽ റോൾ ഇൻ ബാലൻസിങ് ദ ടു ഓപ്പോസിംഗ് പാർട്ടീസ്. ഇതാണ് മെയിനായിട്ട് ആ ഒരു ഏരിയ അനാലിസിസ് വരുന്നത്. ഓക്കെ, സോ ഈ ന്യൂസ് ഇവിടെ വരെ ഉള്ളൂ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ദാറ്റ് ഈസ് അബൌട്ട് ന്യൂട്രീഷൻ. സോ ഈ ഓഥർ പറയുന്നതെന്ന് വെച്ചാൽ ചിൽഡ്രൻസിന്റെ ന്യൂട്രീഷൻ ലെവൽ നമ്മൾ സ്കൂൾ ലെവൽ തൊട്ടേ വളരെ രീതിയിൽ കെയർ ചെയ്യുന്ന ഒന്നാണ് ഈ ന്യൂസ് പറയുന്നത്. ഇതിനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ റീസെന്റ് 2025 വരെ ഉണ്ടായിരുന്നുള്ളൂ യുണൈറ്റഡ് നേഷൻസ് ഡിക്കേഡ് ഫോർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അത് പിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു SDG ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഡീക്കേഡ് ആയിട്ടുള്ള ഇവന്റിനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2030 വരെ എക്സ്റ്റെൻഡ് ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ആസ്പെക്ട് നമ്മൾ പ്രിൻസിപ്പൽ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റർ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഡിക്കേഡ് ഓഫ് ആക്ഷൻ ഓൺ ന്യൂട്രീഷൻ ആണ്. ഇറ്റ് ഈസ് ഫ്രം 2016 to 2030 എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് ഏത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് അലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2 സീറോ ഹങ്ങർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. SDG 2 സീറോ ഹങ്ങർ എന്നുള്ള ഗോളിനെ അലൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ഇവന്റ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ ഇത് മെയിനായിട്ട് SDG 2 പറയുന്നത് വെച്ചാൽ ഇറ്റ് എയിംസ് ടു എൻഡ് ഹങ്കർ, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് ന്യൂട്രീഷൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഹങ്ങർ എൻഡ് ചെയ്യുക എന്നുള്ളതും ഫുഡ് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതും ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഇത് മൂന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. കാരണം ഹങ്ങർ ഒഴിവാണെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി വേണം. ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ന്യൂട്രീഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുമല്ല ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊഡക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, ഈ ഒരു ആംഗിളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ആണ് മെയിനായിട്ട് ഈ ഒരു SDG അച്ചീവ് ചെയ്യേണ്ടതെന്നാണ് ആക്ച്വലി ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കുറച്ച് ഏരിയാസിന്റെ ലിങ്കേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്, എസ്പെഷ്യലി ഫുഡ് സെക്യൂരിറ്റി പ്ലസ് റൂറൽ ഡെവലപ്മെന്റ് പ്ലസ് ന്യൂട്രീഷൻ. അപ്പൊ ഇത് മൂന്ന് ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് ആക്ച്വലി മെയിനായിട്ട് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ പറയുന്നത്. ശരിയല്ലേ? ഫുഡ് സെക്യൂരിറ്റി മെയിനായിട്ട് വേണമെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് നമ്മൾ ഈസി ആക്കി കൊടുക്കണം, എന്നാലേ അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ആയിട്ട് പ്രൊഡക്റ്റീവ് ആവത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മെയിനായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു മിനിമം
ഡയറ്ററി ഡൈവേഴ്സിറ്റി ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആക്ച്വലി ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഓതർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ആണ് ആക്ച്വലി ഇപ്പൊ നടന്നു വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടായിട്ട് ഇപ്പോൾ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിന്റെ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. എസ്പെഷ്യലി ഫ്രം സ്കൂൾ ആൻഡ് അഡോളസൻസ് ഏജിലുള്ള കുട്ടികളിലേക്ക് മെയിനായിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ന്യൂട്രീഷൻ ടാർഗറ്റ് അവർ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബയോഡൈവേഴ്സ് ഡയറ്റ് ആൻഡ് ഫുഡ് ലിറ്ററസി, ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫറെന്റ് സെയിം ഡയറ്ററി പ്ലാൻ ഫോളോ ചെയ്ത വളരെ ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഡയറ്ററി പ്ലാൻ ഫോളോ ചെയ്തിട്ടുണ്ടും ഫുഡ് ലിറ്ററസി എന്തൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ടെന്നുള്ള ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടും ഇത് അച്ചീവ് ചെയ്യണമെന്നാണ് ആക്ച്വലി ഈ ന്യൂസ് ആർട്ടിക്കിൾ ബ്രീഫ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി ആസ് എ ന്യൂ ഗ്ലോബൽ ഇൻഡിക്കേറ്റർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു SDG ഇൻഡിക്കേറ്റർ ആണ് ന്യൂട്രീഷന് വേണ്ടിയിട്ട്. ടു മോണിറ്റർ ഡയറ്ററി ക്വാളിറ്റി അഡോപ്റ്റഡ് ബൈ യുണൈറ്റഡ് നേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഇൻ മാർച്ച് 2025. അപ്പൊ റീസെന്റ് യുണൈറ്റഡ് നേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ കൊണ്ടുവന്ന പുതിയൊരു ഡയറ്ററി ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് ആക്ച്വലി മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ചെറിയ ഇൻഫോഗ്രാഫിക് ആണ്. ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെർസെന്റേജ് ഓഫ് ചിൽഡ്രൻ ഏജ് 6 to 23 months ഹു വെയർ ഫെഡ് അറ്റ്ലീസ്റ്റ് 5 ഫുഡ് ഗ്രൂപ്പ് ഇൻ ദ പ്രീവിയസ് ഡേ. അതായത് തൊട്ട് പിറകത്തെ ഒരു ദിവസം മിനിമം 5 ഒരു ബൗൾ ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ള ന്യൂട്രീഷൻസിൽ ഉള്ള ഫുഡ് ഇൻടേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ആക്ച്വലി അത് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാരാ കൊണ്ടുവന്നിട്ടുള്ള UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഇൻ മാർച്ച് 2025. സോ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യും. നമ്മൾ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് വേറെ ഏരിയാസിലും കൂടെ നമുക്ക് കൺവേർജ് ചെയ്തിട്ട് പറയാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ന്യൂട്രീഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആംഗിളായിട്ട് കൺവേർജ് ആവുന്നുണ്ട്. അതേപോലെ സ്കൂൾ ആൻഡ് വെൽനസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ. അതിന്റെ പാർട്ടായിട്ട് എന്താണ് ഈ ഒരു SDG നമുക്ക് അലൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GS പേപ്പർ 2 ഹെൽത്ത് എഡ്യൂക്കേഷൻ ന്യൂട്രീഷനും GS പേപ്പർ 3 ഫുഡ് സെക്യൂരിറ്റിയിൽ മെയിൻ ആയിട്ട് ഇത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ന്യൂസിന്റെ ബ്രീഫായിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. In next we will look into another important news article about a technology innovation that is from DRDO. അപ്പോൾ DRDO റീസെന്റ് ഒരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ തന്നെ നടത്തി. അതെന്താണെന്ന് വെച്ചാൽ ഹൈപ്പർസോണിക് ടെക്നോളജിയിലാണ് ഈ ഒരു ബ്രേക്ക് ത്രൂ മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ DRDO has successfully conducted long duration ground test of an active cooled scramjet subscale combustor. അതായത് സ്ക്രാംജെറ്റ് എഞ്ചിന്റെ ഒരു ആക്റ്റീവ് കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിന്റെ ടെസ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട് നടന്നത്. അപ്പൊ എന്താണ് ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്നുള്ളതാണ് അതൊക്കെ ചോദ്യം. ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ മെയിൻ ആയിട്ട് ഈ ഒരു ടെക്നോളജി സൈഡിൽ വരുമ്പോൾ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങിൽ സ്പേസിലെ റോക്കറ്റ് ലോഞ്ചിങ് ആയാലും ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് അതിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂവൽ ഓക്സിഡൈസ് ചെയ്ത് ബേൺ ചെയ്തിട്ടാണ് ആക്ച്വലി ഒരു ലിഫ്റ്റിങ്ങും അപ്ത്രസ്റ്റും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ റോക്കറ്റിന്റെ ഡിസൈനെ ബേസ് ചെയ്യുന്ന എന്തിനാണ് ഈ ഫ്യൂവലിന്റെ ആ ഒരു എമൗണ്ട് ഇൻടേക്ക് ആണ്. അപ്പോൾ തുടക്കകാലത്ത് നമ്മൾ ഫ്യൂവൽ ടാങ്ക് ഹെവി ആയിരുന്ന കാരണം നമുക്ക് അയക്കുന്ന സാറ്റലൈറ്റിന്റെ വെയിറ്റ് ലോഡും പേലോഡിന്റെ വെയിറ്റ് ലോഡും കുറവായിരുന്നു. പക്ഷെ റീസെന്റ് ഈ ഒരു ടെക്നോളജിക്കൽ ഇൻഫ്യൂഷൻ, അതായത് സ്ക്രാംജെറ്റ് എന്നൊരു ടെക്നോളജിക്കൽ ഇൻഫ്യൂഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എന്താണ് ഈ പേലോഡിന്റെ ഡിസൈൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി സാറ്റലൈറ്റ് നമുക്ക് ത്രസ്റ്റിലോട്ട് അയക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ ഈ മെയിനായിട്ട് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൽ ഫ്യൂവൽ അയക്കാതെ തന്നെ നമ്മൾ സറൗണ്ടിങ് ആയിട്ടുള്ള എയറിൽ നിന്ന് ഓക്സിജൻ വലിച്ച് എടുത്ത് ആ ഓക്സിജൻ വെച്ച് കംപ്രഷൻ ചെയ്തിട്ട് മുമ്പോട്ട് അത്രസ്റ്റ് ചെയ്യുക എന്നുള്ള ടെക്നോളജിയാണ് മെയിനായിട്ട് എന്തെന്ന് പറയുന്നത് സ്ക്രാംജെറ്റ് എഞ്ചിനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ ഇതിന്റെ സ്പീഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതിന്റെ സ്പീഡ് എന്ന് വെച്ചാൽ Mach 5 ആണ്. സൗണ്ട് സ്പീഡിനെക്കാട്ടി 5 ഇരട്ടി കൂടുതലാണ് ആക്ച്വലി ഈ ഒരു ഹൈപ്പർസോണിക് വെഹിക്കിളിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ആക്ച്വലി റീസെന്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള DRDO റീസെന്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഡിഫൻസ് സൈഡിലാണെങ്കിലും അതേപോലെ സാറ്റലൈറ്റ് ലോഞ്ചിങ് സൈഡിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തരുന്ന ഒരു ഇന്നോവേഷൻ ആണ് ആക്ച്വലി DRDO ഈ ടെസ്റ്റിലൂടെ നടത്തിയിട്ടുള്ളത്. സോ ഇതിലൂടെയൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ റീസെന്റ് വേറെ എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. ഒന്ന് നമ്മൾ ആർട്ടിലറി സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ധനുഷ് ആർട്ടിലറി ടാക്സ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിലറി സെക്ഷൻ ഉണ്ട്. പിന്നെ മിസൈൽ അച്ചീവ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഗ്നി ബ്രഹ്മോസ്, എയർക്രാഫ്റ്റിൽ LCA തേജസ് ഉണ്ട്. ആർമി സർവൈലൻസിൽ പ്രോജക്ട് സഞ്ജയ്, ലക്ഷ്യ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിൽ ടാറ്റയുടെ C295 ഫെസിലിറ്റി ഉണ്ട്. ഇൻക്രീസിംഗ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും കൂട്ടിയിട്ടുണ്ട്. DRDO ഈ ഇത്ര ഏരിയയിൽ DRDO ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, സിമ്പിൾ ന്യൂസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻസ് വരാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ന്യൂസ് ഏരിയസ് ആണ്. എസ്പെഷ്യലി ഈ ഒരു ടെക്നോളജിയെ കുറിച്ചും അതിൻ്റെ അകത്ത് DRDO എന്തൊക്കെ റോൾ പ്ലേ ചെയ്യുന്നതിനെ കുറിച്ച് റീസെന്റ് അവർ എന്തൊക്കെ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് മെയിൻസിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 3 ഡിഫൻസ് ടെക്നോളജി ഇന്നോവേഷനും മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. So moving to next article. Next article is about another one from technology side, biotech side എന്നാണ്. It is about testing of HPV vaccines ആണ്. അപ്പൊ എന്താണ് HPV എന്ന് പറഞ്ഞത്? HPV എന്ന ഹ്യൂമൻ പാപ്പിലോ വൈറസ് ആണ്. ഈ വൈറസ് മെയിൻ ആയിട്ട് എക്സ്പെഷ്യലി അഡോൾസെന്റ് ഏജിലുള്ള ആൾക്കാരിൽ ബാധിക്കുന്ന ഒരു വൈറസ് ആണ്. ഇതിന്റെ മെയിൻ ഇതാണ് എന്തിന്റെ മെയിൻ കോസേറ്റീവ് ഏജന്റ് ആയിട്ട് മാറുന്നത്? സെർവിക്കൽ ക്യാൻസറിന്റെ മെയിൻ കോസേറ്റീവ് ഏജന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് അവയർനെസ് ആണ്. പലരും ഹെസിസ്റ്റന്റ് ആണ് ഈ ഒരു, എസ്പെഷ്യലി ഇതിന്റെ മെയിൻ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ സെക്ഷൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിഗ്മ അതിന്റെ പുറത്തുണ്ട് ഈ ഒരു വൈറസ് ഒരു HIV ആയിട്ട് താരതമ്യം ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ പലരും ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ വൈമുഖ്യത കാണിക്കുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി HPV വൈറസിന്റെ ഇൻഫെക്ഷൻ. അപ്പൊ ഈ ഒരു ഇഷ്യൂ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിവെന്റബിൾ വാക്സിൻ ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. HPV വാക്സിൻ എന്ന് പറഞ്ഞത് ഇത് ആക്ച്വലി കൊണ്ടുവന്നിട്ടുള്ള ബയോടെക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിനിപ്പോ റീസെന്റ് ഇന്ത്യയിൽ ഇൻഡിജിനസ് ആയിട്ട് HPV ടെസ്റ്റ് കിറ്റിന് ഒരു വാലിഡേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ DBT ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയും ബെറാക്കും തമ്മിലാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഇത് എന്തിന്റെ പാർട്ടായിട്ടാണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ചലഞ്ചസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്ത്യ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഗ്രാൻഡ് ചലഞ്ചസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം അതിന്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആണ് HPV ടെസ്റ്റ് കിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ടപ്പിന്റെയും കൂടെ ഒരു കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് ഫ്രം ബാംഗ്ലൂർ, ഐലാബ് ഡിസ്കവറി സൊല്യൂഷൻ ഫ്രം പൂനെ, ഇവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡുമായിട്ട് വാലിഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാർക്കറ്റിലോട്ട് ഇറക്കാനും പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഗ്രാൻഡ് ചാലഞ്ചസ് ഇൻ ഇന്ത്യ. ഇത് ആരൊക്കെ കൊളാബറേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, അതായത് NGO പാർട്ണർഷിപ്പോടും കൂടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഗ്രാൻഡ് ചാലഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഫണ്ട് സൊല്യൂഷൻ ഫോർ ഹെൽത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഫോക്കസ് ഓൺ ഇമ്പാക്ട് ആൻഡ് സ്കെയിലബിൾ യൂസ്. അതായത് ഹെൽത്ത് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് അതിന്റെ ഇമ്പാക്റ്റിന് അതിന്റെ സ്കെയിലബിൾ യൂസിന് വേണ്ടിയിട്ട് ആണ് ആക്ച്വലി ഈ വാക്സിൻ ഡെവലപ്മെന്റ് ഈ ഒരു ഗ്രാൻഡ് ചാലഞ്ചിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, അല്ലെങ്കിൽ IARC എന്ന് പറയും, ഇൻ ഗ്ലോബൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ്. ഈ IARC എന്ന് വെച്ചാൽ ക്യാൻസർ റിസർച്ച് ഏജൻസിയാണ്. അതിന്റെ വിങ്ങിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. HPV വൈറസ്, സെർവിക്കൽ ക്യാൻസറും ഗ്രേറ്റ് ചാലഞ്ചുമാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഈ ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അന്ന് അറിയേണ്ടത്. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എക്കണോമിക് സൈഡിൽ നിന്നാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ റീസെന്റ് ഇപ്പം എവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡാണ് ആക്ച്വലി പ്രഡിക്ഷൻ ഗെയിംസ് ഫീൽഡ് എന്ന് പറയുന്നത്. റീസെന്റ് ഇപ്പൊ നമ്മൾ IPL കാണുമ്പോഴോ അല്ലെങ്കിൽ ആഡ് കാണുമ്പോൾ റെമി ഗെയിംസ് അതേപോലുള്ള ഗെയിംസ് ഉള്ള ഒരു സ്കിൽ ഗെയിമും ഉണ്ട്, പ്രഡിക്ഷൻ ഗെയിമും ഉണ്ട്. അപ്പൊ ഈ ഗെയിം ഓഫ് പ്രഡിക്ഷൻ ആണോ സ്കില്ലാണോ എന്നുള്ളൊരു ഡിബേറ്റ് റീസെന്റ് കോർട്ടിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ന്യൂസ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതൊരു എത്തിക്കൽ ഡിബേറ്റ് ആണ് ആക്ച്വലി. ഇതിപ്പം ഒരാൾക്ക് സ്കില്ലുള്ള കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് പ്രഡിക്ഷൻ ആയിട്ട് തോന്നാം. അപ്പൊ അതൊരു പ്യൂർലി സബ്ജക്റ്റീവ് മാറ്റർ ആണ്. അപ്പൊ ഇത് റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ടും, കാരണം ഇത് ക്രോർ ബിസിനസ് ആണ് നടക്കുന്നത്, കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്ത ഇത് അണ്ടർഗ്രൗണ്ട് ബാൻഡ് ആയിട്ട് തന്നെ നടക്കും. പക്ഷെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ന്യൂസിൽ മെയിൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുതിയ പുതിയ പ്ലേയേഴ്സ് ഈ പ്രെഡിക്റ്റീവ് മാർക്കറ്റ് ഏരിയയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അത് സ്കിൽ ബേസ്ഡ് ആണെന്ന് ഒരു ടീം പറയുമ്പോൾ മറ്റൊരു ടീം അത് പ്യൂർലി പ്രഡിക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ലീഗൽ ഡിബേറ്റ് ആയിട്ട് ലീഗൽ ഡിബേറ്റ് ഓൺ സ്കിൽ ആൻഡ് ചാൻസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ കോർട്ടിൽ വരെ കേസ് എത്തിയിട്ടുണ്ട്. മുംബൈ ഹൈക്കോർട്ടും സുപ്രീം കോടതിയിൽ വരെ ഇതിന്റെ പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ജൂറിസ്ഡിക്ഷൻ, ഇത് ഏതിന്റെ ആംബിറ്റിൽ വരും, അതായത് ഏത് ലിസ്റ്റിന്റെ ആംബിറ്റിൽ വരും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി ആണ്. അതായത് ഷെഡ്യൂൾ 7 സ്റ്റേറ്റ് ലിസ്റ്റിലെ ഇമ്പോർട്ടന്റ് എൻട്രി ആണ് ആക്ച്വലി ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ലിസ്റ്റ് എൻട്രി 34 ആണ് ആക്ച്വലി ഇതിന്റെ മെയിൻ ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റിന് ആണ് പവർ ഡിവോൾവ് ചെയ്തിരിക്കുന്നത് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലെജിസ്ലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇതിനുള്ളൊരു ഇമ്പോർട്ടന്റ് പ്രിലിംസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ടുഡേസ് ന്യൂസ് ഡിസ്കഷൻ ഇസ് ഓൾ അബൌട്ട് ദിസ്. അപ്പം
നമ്മൾ എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹോമേജ് ആർട്ടിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ജിയോ പൊളിറ്റിക്സിലോട്ട് പോകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സയന്റിഫിക് ന്യൂസ് ആർട്ടിക്കിൾസ്, എസ്പെഷ്യലി സ്ക്രാംജെറ്റ് ടെക്നോളജിയും HPV കിറ്റിന്റെ അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ന്യൂട്രീഷന്റെ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൈനലി വി വിൽ ഡിസ്കസ് വിത്ത് എൻഡിങ് വിത്ത് എ ന്യൂസ് ആർട്ടിക്കിൾ ഫ്രം അവർ എക്കോണമി ഓഫ് പ്രഡിക്ഷൻ ഗെയിംസ്. സോ ദിസ് ഈസ് അബൌട്ട് ടുഡേസ് ന്യൂസ് അനാലിസിസ്. അപ്പൊ നിങ്ങൾ ഡെയിലി ന്യൂസ് റീഡിങ്ങിന്റെ കൂടെ ഇതൊരു കോംപ്ലിമെന്റ് ആയിട്ട് ക്യാരി ചെയ്യണം. അന്ന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ന്യൂസ് റീഡിങ്ങിൽ. ഓക്കെ, ഇതേപോലെ നാളെ ഇതേപോലെ ന്യൂസ് ഡെസ്കിൽ കാണാം. താങ്ക് യു.